നമ്മൾ നിക്ഷേപിക്കുന്ന ഓരോ രൂപയും വളർന്ന് കോടികളാകാം. പക്ഷെ ആ കോടികളിൽ നിന്ന് ഒരു വലിയ തുക ടാക്സ് ആയിട്ട് നഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന് നമ്മൾ വർഷം തോറും ഒരു 2.5 ലക്ഷം രൂപ 15 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു എന്ന് വെക്കുക. അതായത് മാസത്തിൽ 20,000 രൂപ. 12.5% നെറ്റ് റിട്ടേൺസ് കണക്കാക്കുകയാണെങ്കിൽ ഈ നിക്ഷേപം മെച്യൂരിറ്റിയിൽ 1.09 കോടി രൂപയോളം ആകുന്നു. അതിൽ നിന്ന് 8.9 ലക്ഷം നമ്മൾ ടാക്സ് കൊടുക്കണം. രസകരമായ കാര്യം എന്തെന്നാൽ ഒരു ടൈപ്പ് നിക്ഷേപമാണെങ്കിൽ 1 രൂപ പോലും ഇതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്കുകളിലോ ഇനി ചില ബോണ്ടുകളിലോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെച്യൂരിറ്റിയിൽ അപ്പൊ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് ടാക്സ് വഴി തന്നെ പോകും. പക്ഷെ നമ്മളുടെ മെച്യൂരിറ്റി തുക മുഴുവനായിട്ടും ടാക്സിൽ നിന്ന് ഒഴിവാകുന്ന രീതിയിൽ നിക്ഷേപിക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. യൂലിപ്പ് അതായത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന ഈ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷന്റെ പ്രത്യേകതകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ വർഷം തോറും 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും സെക്ഷൻ 10 അനുസരിച്ച് കിട്ടുന്ന ലാഭത്തിന്റെ 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ടതില്ല. അത് ഓൾഡ് ടാക്സ് റെജിമിലും ന്യൂ ടാക്സ് റെജിമിലും ഒരേപോലെ ബാധകമാണ്. അതിനാൽ ഇൻവെസ്റ്റ്മെന്റുകളിലെ ടാക്സ് ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ട് മികച്ച കമ്പനികളിലെ യൂലിപ്പുകളെ കണക്കാക്കാം. എന്നാൽ ടാക്സ് ലാഭം നോക്കി ഉയർന്ന ചാർജുകളുള്ള യൂലിപ്പുകൾ എടുക്കുന്നത് നല്ലതല്ല. പക്ഷെ ഇപ്പോൾ പല യൂലിപ്പ് പ്ലാനുകൾക്കും ചാർജസ് വളരെ കുറവാണ്. ഇത്തരം ചാർജസ് കുറവുള്ള പ്ലാനുകൾ നോക്കിയെടുക്കണം. അങ്ങനെ വിവിധ യൂലിപ്പ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് കുറഞ്ഞ ചാർജസ് ഉള്ള പ്ലാനുകൾ എടുക്കാനുള്ള ലിങ്ക് എന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം വർഷം 2.5 ലക്ഷത്തിൽ കുറഞ്ഞ ഒരു തുക 15 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. ടാക്സ് ആപ്ലിക്കബിൾ ആണെങ്കിൽ 8.9 ലക്ഷം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ യൂലിപ്പ് ആണെങ്കിൽ 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ടതില്ല. ലോങ് ടേമിലുള്ള റിട്ടേൺ സാധ്യതയും ടാക്സ് ഇളവുകളും അതോടൊപ്പം തന്നെ മുടങ്ങാതെ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന നിക്ഷേപകൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബത്തിന് ലൈഫ് കവർ ആയിട്ട് മാസം പ്രീമിയത്തിന്റെ 120 മടങ്ങ് തുക ലഭിക്കുകയും ചെയ്യും. അതിന്റെ കൂടെ വേവർ ഓഫ് പ്രീമിയം എന്ന ഫീച്ചർ കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതായത് നമ്മൾ ഭാവിയിലേക്ക് ഒരു 10-15 വർഷം കഴിഞ്ഞ്, അതായത് നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്ക് വെച്ച് പ്രീമിയം ഒക്കെ നല്ല രീതിയിൽ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ അവിടെ സ്റ്റോപ്പ് ആവുന്നതാണ്. പക്ഷെ ഇവിടെ വേവർ ഓഫ് പ്രീമിയം ഉള്ളതുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് തുടർന്ന് കമ്പനി തന്നെ അടയ്ക്കും. 120 മടങ്ങ് ലൈഫ് കവറിന് പുറമെയാണ് നമുക്ക് ഈ ബെനിഫിറ്റ് കിട്ടുന്നത്. 10-15 എത്ര വർഷമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കാലാവധി എന്ന് വെച്ചാൽ അത് കഴിയുമ്പോൾ ആകെ തുക മുഴുവൻ നോമിനിക്ക് കൈമാറുകയും ചെയ്യും. നമ്മളുടെ അഭാവത്തിലും നമ്മളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള നിക്ഷേപങ്ങളിൽ ഇത്തരം ഫീച്ചറുകൾ ഉണ്ടായിരിക്കണമെന്നില്ല. പിന്നെ ഈ യൂലിപ്പ് പ്ലാനുകൾ 20-35 അല്ലെങ്കിൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് കൂടുതൽ യോജിക്കുന്നത്. ഇതൊരു ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയതുകൊണ്ട് തന്നെ മോർട്ടാലിറ്റി ചാർജസ് വരുന്നതുകൊണ്ട് തന്നെ ഒരു 50-60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇത് യോജിക്കണമെന്നില്ല. 5 വർഷമെങ്കിലും ലോക്കിൻ പീരീഡ് ഉള്ള പ്ലാനുകളാണ് ഇതെന്നും മറന്നു പോകണ്ട. അങ്ങനെ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള യൂലിപ്പ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് യോജിക്കുന്ന പ്ലാൻ എടുക്കാനുള്ള ലിങ്ക് എന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യൂ.